ഹലോ അസ്സലാമലൈക്കും. ഇന്നൊരു ഹോസ്പിറ്റൽ വീഡിയോ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മളുള്ളത് EMS ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണയിലാണ്. എൻ്റെ ഉപ്പാട് ഉമ്മൊന്ന് വേണ്ടിയിട്ട് ആൾക്ക് ലെഫ്റ്റ് ലെഗിൽ ഡിസ്പ്ലേസ്ഡ് ഫ്രാക്ചർ ആണ്. അപ്പോൾ അതിൻ്റെ സർജറിക്ക് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ തലേദിവസം തന്നെ ഡോക്ടർക്ക് എക്സ്റേ ഒക്കെ അയച്ചു കൊടുത്തിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ വന്ന് അഡ്മിറ്റ് ആവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് നമ്മളിത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ക്യാൻറ്റീനിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിലുണ്ടായിരുന്ന ആ ടൈമിലാണ് ഉമ്മമ്മ വീഴുന്നു നോക്കി. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാനും മോനും കൂടെ ഹോസ്പിറ്റലിലോട്ട് വന്നേ. അപ്പോൾ ഇനി ഞാൻ സർജറി കഴിഞ്ഞിട്ട് നമ്മളെ വിളിക്കാൻ വരുള്ളൂ എന്നാട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ഡോക്ടർ വന്നിട്ട് എന്നാ സർജറി വേണ്ടതെന്നൊക്കെ പറയും. അങ്ങനെ ഇതേ നമ്മൾ രാവിലെ ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഉമ്മമാക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ മേടിച്ചു. അപ്പോൾ എൻ്റെ മോൻ ഉമ്മാനെ സോപ്പിട്ടിട്ട് മിഠായി മേടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ ആൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉമ്മമാക്ക് കഞ്ഞി ഇതേ പുറത്ത് വന്നപ്പോൾ നമ്മൾ കഞ്ഞിയൊക്കെ മേടിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഇതേ ഡോക്ടർ എത്തി. അപ്പോൾ ഡോക്ടർ നെക്സ്റ്റ് ഡേ ഈവനിങ്ങിന് സർജറി പറഞ്ഞിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ ഇതേ ഉച്ചയായപ്പോഴത്തേക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ക്യാൻറ്റീനിലല്ല കേട്ടോ പോയത്. ഇത് ഹോസ്പിറ്റൽ കോമ്പൗണ്ടിൽ തന്നെ ഒരു കുഞ്ഞു കടയുണ്ട്, അവിടെ നാട്ടോ കഴിച്ചത്. നല്ല മീൽസ് ആയിരുന്നു. പിന്നെ ഉമ്മമാക്കും ഉപ്പാക്കുള്ളത് നമ്മൾ പിന്നെ പാഴ്സൽ മേടിക്കാട്ടോ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് സർജറി പ്രൊസീജിയേഴ്സ് കുറേ ഉണ്ടായിരുന്നു. ബ്ലഡ് ടെസ്റ്റ്, ECG, എക്കോ ടെസ്റ്റ്, എക്സ്റേ, അങ്ങനെ കുറേ കാര്യങ്ങൾ ഉമ്മമാനെ കൊണ്ടുപോയി കൊടുന്നു. പിന്നെ ഉമ്മമാക്ക് സോഡിയം കുറച്ച് കുറവുണ്ട് കേട്ടോ. അപ്പോൾ അത് നൈറ്റ് നമുക്ക് കയറ്റാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ പിന്നെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. പുറത്ത് പോയിട്ട് തന്നെ കേട്ടോ ചായയൊക്കെ കുടിച്ചു. പിന്നെ നൈറ്റ് ആയപ്പോഴത്തേക്ക് അവർ അഡ്വാൻസ് അടക്കാനുള്ള പേപ്പറൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ പോയി അടച്ചു. അങ്ങനെ രാത്രി കിടന്നു. സോഡിയം കയറുന്നതുകൊണ്ട് തന്നെ ഉമ്മമാനെ രാത്രി ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് അവർ സൈൻ ചെയ്യാനുള്ള പേപ്പറൊക്കെ ആയിട്ട് വന്നു. ഉമ്മമാക്ക് അങ്ങനെ ടെൻഷനൊന്നും ഇല്ലായിരുന്നു കേട്ടോ. കാരണം മോനുള്ളതുകൊണ്ട് തന്നെ അവനായിട്ട് സംസാരിച്ചിട്ട് ആൾ കൂളായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉപ്പാനായിട്ട് പോയിട്ട് ബുക്കൊക്കെ മേടിച്ച് വന്നിരിക്കുക കേട്ടോ. ആൾ കളർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അങ്ങനെ ഉച്ചയായി. അപ്പോഴത്തേക്ക് പിന്നെ ഇക്ക വന്നിട്ടുണ്ടായിരുന്നേ. ഒരു 4 മണിയാകുമ്പോഴത്തേക്ക് സർജറിക്ക് കയറ്റി. 6 മണിയാകുമ്പോഴത്തേക്ക് സർജറി കഴിഞ്ഞു. പിന്നെ ഒരു 6 അവർ ICU കിടത്തിയതിന് ശേഷം ആട്ടോ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തത്. അത് കഴിഞ്ഞിട്ടാണ് ഞാനും ഇക്കയും പിന്നെ വീട്ടിലോട്ട് പോകുന്നത്. ഇപ്പോൾ ഡിസ്ചാർജ് ആയി വീട്ടിലുണ്ട്, അൽഹംദുലില്ലാ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ടാറ്റാ, ബൈ.